ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 15ാമത്തെ പാർട്ടാണ്. അപ്പം കമൻറ്റ് ഞാൻ മറക്കരുത് കേട്ടോ. സ്റ്റോറി എന്താ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ടാണോ കമൻ്റ് എല്ലാം ലേറ്റ് ആവുന്നേ? ഈ കമൻ്റ് ആരും ഇടുന്നില്ലല്ലോ. അപ്പോൾ കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഉത്സവമായതിനാൽ ഉച്ചയ്ക്ക് ശേഷം ദത്തൻ നല്ല തിരക്കിലായിരുന്നു. രാത്രി വീട്ടിലേക്ക് പോലും അവൻ വന്നിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ദത്തൻ വീട്ടിലേക്ക് എത്തുമ്പോൾ വർണ്ണ ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അവൻ കുളിച്ച് റെഡിയായി വീണ്ടും പുറത്തേക്ക് തന്നെ പോയി. ഈ ദത്തൻ എവിടെയാ പോയേ? സമയം കുറെ ആയില്ലോ. ഇന്നലെ ഉച്ചയ്ക്ക് പോയതല്ലേ? ഇപ്പൊ സമയം 11 മണി കഴിഞ്ഞല്ലോ. അവൾ ബെഡിൽ എണീറ്റിരുന്നു. അപ്പോഴേക്കും ദത്തന്റെ വണ്ടിയും മുറ്റത്ത് നിന്ന് വന്നിരുന്നു. നീ എന്തെപ്പ എണീറ്റുള്ളോ? സമയം 11 മണി കഴിഞ്ഞല്ലോ. കയ്യിലുള്ള കവർ ടേബിളിന് മുകളിൽ വെച്ച് ദത്തൻ പറഞ്ഞു. അവൾ അലസമായി പറഞ്ഞു. ഉത്സവമായിട്ട് ഇങ്ങനെ ഇരിക്കാതെ പോയി കുളിക്കേ. അവൻ ഷർട്ട് മാറ്റി പറഞ്ഞു. അവൾ അലസമായി വീണ്ടും മൂളിക്കൊണ്ട് ബെഡിലേക്ക് കിടന്നു. മടി പിടിച്ചിരിക്കാതെ പോയി കുളിക്കടി മരമാക്കടി കുഞ്ഞെ. പോവാം. ദത്തൻ അലമാരിയിൽ കാര്യമായി എന്താ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ നോക്കുന്നേ ദത്ത? ഞാനിവിടെ ഒരു സാധനം വെച്ചിരുന്നു, അത് തരയാ. അത് പറഞ്ഞ അവൻ എന്തോ പുറത്തേക്ക് എടുത്തു. ഒരു ഫോണായിരുന്നു അത്. തൻ്റെ ഫോണിലെ 2 സിമ്മുകളിൽ നിന്നും ഒന്ന് ഊരിയെടുത്ത് ആ ഫോണിലേക്ക് ഇട്ടു. ഇതെന്റെ പഴയ ഫോണാ. എൻ്റെ സിമ്മ് ഇട്ടിട്ടുണ്ട്. ഉപയോഗിക്കാത്ത കാരണം ചാർജ് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയതായിരിക്കും. തൽക്കാലം നീ ഇത് ഉപയോഗിച്ചോ. അത് പറഞ്ഞ അവൻ ഫോൺ ചാർജിലിട്ടു. അപ്പൊ നിനക്ക് 2 ഫോണുണ്ടോ? ഉണ്ടായിരുന്നു. ഇനി ഇതിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ നിന്നല്ലാതെ വേറെ നമ്പറിൽ നിന്നും കോള് വന്ന് അറ്റൻഡ് ചെയ്യണ്ട. അതെന്താ അങ്ങനെ? അവൾ സംശയത്തോട് ചോദിച്ചു. അറ്റൻഡ് ചെയ്യണ്ട, അത്ര തന്നെ. ഓ ശരി, നമ്പറാ. ദത്തന്റെ ശബ്ദം ഉയർന്നു പറഞ്ഞ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ദാ നിനക്കുള്ള ഡ്രസ്സാണ്. ഇനി ഡ്രസ്സ് ഇല്ലാത്ത കാരണം ഉത്സവത്തിന് വരാതിരിക്കണ്ട. ഞാൻ പുറത്തേക്ക് പോവാ. ഉച്ച കഴിഞ്ഞേ വരുള്ളോ. അവൻ വീണ്ടും പുറത്തേക്ക് പോയി. ഓ, ഇവന്റെ പോക്ക് കണ്ട തോന്നും ഉത്സവം നടത്തുന്ന ഇവനാന്ന്. അവിടെ പോയി പെമ്പിള്ളേരെ വായ നോക്കാനായിരിക്കും. അവൾ വേഗം പോയി കുളിച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും ഫോണിൽ അത്യാവശ്യം ചാർജ് ആയിട്ടുണ്ടായിരുന്നു. ഇവൻ നല്ല റിച്ചാന്ന് തോന്നുന്നു. നല്ല വിലയുള്ള ഫോണിൽ സാർ ഉപയോഗിക്കുള്ളൂ. അവൾ ഫോൺ ഓൺ ചെയ്ത് നോക്കി സ്വിച്ച് ഓഫ് ചെയ്തു. സമയം 2 മണി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് വർണ്ണപ്പുഴയിൽ പോയി തുണികളെല്ലാം അലക്കി. അപ്പോഴാണ് അവൾക്ക് ദത്തൻ ഡ്രസ്സ് കൊണ്ടുവന്ന കാര്യം ഓർമ്മ വന്നത്. വൈകുന്നേരം 4 മണിക്ക് വരാമെന്നാണ് അനുമേണിയും പറഞ്ഞത്. അപ്പോഴേക്കും റെഡി ആവണം. അവൾ മേശയ്ക്ക് മുകളിൽ ദത്തൻ കൊണ്ടുവന്ന് വെച്ച കവർ തുറന്നു നോക്കി. ഒരു ബേൺ റെഡ് കളർ പട്ടുപാവാടയായിരുന്നു അത്. അതിനൊപ്പം തന്നെ ജിമിക്കും മാലയും പൊട്ടും വളകളൊക്കെ ഉണ്ടായിരുന്നു. വർണ്ണ ആശ്ചര്യത്തോടെ അതെല്ലാം നോക്കി നിൽക്കുമ്പോഴാണ് ദത്തൻ അകത്തേക്ക് വന്നത്. ദത്ത, ഇത് നീ എനിക്ക് വേണ്ടി വാങ്ങിയതാണോ? ഇത് കാണാൻ എന്ത് രസാ. അവൾ ഡ്രസ്സ് തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഒന്നിങ്ങ് വാ. അത് പറഞ്ഞ ദത്തൻ വർണ്ണയെ ബെഡിലിരുത്തി. ശേഷം അലമാരി തുറന്ന് ഒരു ബോക്സ് കയ്യിലെടുത്ത് വർണ്ണയുടെ മുന്നിൽ നിലത്ത് മുട്ടുകുത്തിയിരുന്നു. കണ്ണടക്കി. എന്തിന്? കണ്ണടക്കി പെണ്ണേ. അവൻ അത് പറഞ്ഞ വർണ്ണ കണ്ണടച്ചു. ദത്തൻ കയ്യിലുള്ള ബോക്സ് തുറന്ന് അതിൽ നിന്ന് വർണ്ണയുടെ റിങ് എടുത്ത് അവളുടെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തു. കണ്ണു തുറന്ന വർണ്ണ കയ്യിൽ ദത്തൻ വെച്ച് തന്ന മോതിരത്തിലേക്ക് അത്ഭുതത്തേക്ക് നോക്കി. ഇത് നിനക്ക് എങ്ങനെ കിട്ടിയേ? നീ ഇതെന്തിനാ പണയം വെച്ചേ? ദത്തൻ മറു ചോദിച്ചു. അതന്ന് ഞാൻ കോളേജിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി. അവൾ തല കുനിച്ചോണ്ട് പറഞ്ഞു. എന്റെ ഫ്രണ്ടിന്റെ അടുത്താണ് നീ ഇത് പണയം വെക്കാൻ പറഞ്ഞേ. അവന് നിന്നെ അറിയാവുന്നതുകൊണ്ട് നേരെ എന്നോട് വന്ന് പറഞ്ഞു. ഇനി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എന്നോട് പറയണം, കേട്ടല്ലോ. അവൻ ഗൗരവത്തിൽ പറഞ്ഞ തലയാട്ടി. ദത്ത, എന്താടി? ഇതെന്റെ കയ്യിൽ ഇട്ട് തരോ? അവൾ റിങ് അവന് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. പിന്നെ കയ്യില് റിങ് ഇട്ട് തരാൻ ഞാൻ ആരാ? നിന്റെ ലവ്വറോ? അല്ല, ഭർത്താവാ. അവൾ പെട്ടെന്ന് തന്നെ തിരികെ പറഞ്ഞു. അത് കേട്ടതും ദത്തന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു.
പക്ഷെ അവൻ ശ്വാസം ആഞ്ഞു വലിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. 5 മണിക്ക് തായമ്പക തുടങ്ങും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയാ മതി. നീ അനുവിന്റെ വേണിയുടെയും കൂടെ വരില്ലേ? വരാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും. നീ റെഡിയാവാൻ നോക്കിക്കോ. പറഞ്ഞ ഡ്രസ്സും എടുത്ത് കുളിക്കാനായി പോയി. ദത്തൻ ചണ്ടയും എടുത്ത് പോവാൻ റെഡിയായി. അവൻ ഇറങ്ങാൻ നേരമാണ് അനുവും വേണിയും വന്നത്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രണ്ടുപേരും സുന്ദരി കുട്ടികളായിട്ടുണ്ടല്ലോ. ദത്തന്റെ സെലക്ഷൻ അല്ലെങ്കിൽ സൂപ്പറാണല്ലോ. ഏയ്, സെലക്ഷൻ ഒന്നും ഞാനല്ല, എന്റെ ഒരു ഫ്രണ്ടാണ്. നിങ്ങക്ക് 3 പേർക്ക് ഒരുപോലെ സെലക്ട് ചെയ്ത് തന്നത്. ഒരേപോലെയോ? അവൾ ഒരേ സ്ഥലത്ത് ചോദിച്ചു. ആ അതെ. എന്നാ നിങ്ങൾ പോയി റെഡി ആയിട്ട് വാ, ഞാൻ ഇറങ്ങ. പറഞ്ഞ കുളിക്കുക. അവള് വരുമ്പോ പറഞ്ഞേക്കട്ടാ. അവൻ ചെണ്ടയും എടുത്ത് തോളിൽ തൂക്കി പുറത്തേക്ക് നടന്നു. അനുവും വേണിയും ബാത്റൂമിന്റെ അരികിലേക്കും. വരണ മോളെ. വേണി ബാത്റൂമിന്റെ ഡോറിൽ തട്ടി വിളിച്ചു. ആ, നിങ്ങൾ വന്നോ? ഞാൻ കുളിക്കപ്പോ വരാം. ദത്തം പോയോ? ആ പോയി. എനിക്ക് ദത്തം പുതിയ ഡ്രസ്സ് എടുത്തു. വളയും മാലയും പൊട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാട്ടാ. അവൾ അകത്ത് നിന്നും വിളിച്ചു പറഞ്ഞു. അനുവും വേണിയും തമ്മി നോക്കി. അനു ഉച്ചക്ക് ഈ ഡ്രസ്സ് കൊണ്ടുവന്ന് തരുമ്പോ ദത്തൻ എന്താ പറഞ്ഞേ? വേണി ചോദിച്ചു. എന്റെ പെങ്ങന്മാർക്ക് ഉത്സവത്തിന് ഏട്ടന്റെ വക ഒരു ഡ്രസ്സ് എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇതേ ഡ്രസ്സ് തന്നെയാണ് പറഞ്ഞേക്ക് കൊടുത്തെങ്കിൽ പറഞ്ഞത് എത്തേണ്ട ആരാ? എന്താ സംശയം? പെങ്ങള് തന്നെ. എന്റെ ശിവനെ, ഇതവള് കാണുമ്പോ എന്താ ഉണ്ടാവാൻ പോകുന്ന എന്തോ? വേണി മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ലൈബോയ് എവിടെയാണ്? അവിടെയാണ് ആരോഗ്യം. മഞ്ഞളും ചന്ദനവും ഒത്തുചേരും സന്തൂർ ചർമ്മത്തിനകേകും. ഓ ഓ ഓ ഓ. എന്റെ വർണ്ണ മോളെ, നീ അതകത്ത് നിന്ന് ഗാനമേള നടത്താതെ വേഗം ഇറങ്ങി വന്നേ. ദാ വന്നു ഞാൻ. അവൾ വാതിൽ തുറന്നു പറഞ്ഞു. വർണ്ണയുടെ ഡ്രസ് കുറച്ചുകൂടെ ഡാർക്ക് റെഡ് ആണല്ലേ, നമ്മുടെ പോലത്തെ അല്ല. വർണ്ണയൊന്ന് പാടി നോക്കി വേണി പറഞ്ഞു. വർണ്ണയാണെങ്കിൽ എന്താ വിട്ട് നിൽക്കായിരുന്നു. ഹായ്, നമ്മൾ 3 പേരും സേമിച്ച് നോട്ടച്ചേ. ഇതങ്ങനെ നമ്മുടെ ഒരേപോലെയേ. ദത്തേട്ട വാങ്ങിട്ടെന്നാ പറഞ്ഞ മോളെ. ആണോ? സൂപ്പർ. നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കണേ? ഭാഗത്തേക്ക് പോവാം. വർണ്ണ മുന്നിൽ നടന്നു. ദത്തേട്ട പറഞ്ഞതെങ്ങനെ ഇവിടെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഭൂകമ്പം നടന്നേനെ. അവിടെ അങ്ങോട്ട് നിൽക്കാതെ അകത്തേക്ക് വാ. വർണ്ണ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. വർണ്ണ നല്ല സന്തോഷത്തിലായിരുന്നു. സാധാരണ ഉത്സവത്തിന് ഒന്നും അഭിയേട്ടം പോവാൻ സമ്മതിക്കാറില്ല. ഇനി അഥവാ വിട്ടാൽ തന്നെ കൂടെ വാലിപോലെ ആളും ഉണ്ടാവും. അമ്പലത്തിൽ പോവാ, തൊഴുക, തിരിച്ചു വരിക. അതിൽ കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും തന്നിരുന്നില്ല. വർണ്ണ കൂടെ റെഡിയായതും ത്രിമൂർത്തികൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. അവർ എത്തുമ്പോഴേക്കും മേളം തുടങ്ങിയിരുന്നു. വർണ്ണയുടെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് മേളക്കാരുടെ ഇടയിൽ നിൽക്കുന്ന ദത്തിനെയാണ്. ഒരു മുണ്ടാണ് വേഷം. ആള് നല്ല കൊട്ടലിലാണ്. കൂടെ ജിത്തുവേണ്ണും പതിവ് തരികിട ടീംസും ഉണ്ട്. നാട്ടിലാരെങ്കിലും ഇവരെ ആരാധനയോടെ നോക്കുന്നുണ്ടെങ്കിൽ അത് ഉത്സവത്തിന് മാത്രമാണ്. ആ, നിങ്ങളെത്തിയാ? 5 മണിയായിട്ടും നിങ്ങളെത്തിയില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ ദത്തം പറഞ്ഞിരുന്നേ. കോകില ചിരിയോടെ പറഞ്ഞു. എന്നാൽ ത്രിമൂർത്തികൾ 3 മുഖം ഒരു കട്ട കണക്കിന് വീർപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് കാരണം എന്നല്ലേ? കോകിലയുടെ ഡ്രസ്സ് തന്നെ. ഇവരുടെ അതേ കളറിലുള്ള ധാവണിയാണ് കോകിലയുടേത്. ചുരുക്കത്തിൽ പറഞ്ഞ കോകിലയുടെ ഡ്രസ്സിന്റെ ബാക്കി കൊണ്ട് പട്ടുപാവാട തയ്ച്ച പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. 3 പേര് സുന്ദരി കുട്ടികളായിട്ടുണ്ടല്ലോ. നിങ്ങൾക്കുള്ള ഡ്രസ്സ് ഞാനാണ് സെലക്ട് ചെയ്തേ. നിങ്ങളുടെ 2 പേരും സൈസ് ഞാൻ എടുത്തേ. പക്ഷെ അവസാനം വർണ്ണയുടെ ഡ്രസ്സിന്റെ പേരിൽ ഞാൻ എന്തായാലും വഴക്കായി. ഞാൻ പറഞ്ഞു ഈ സൈസ് നിനക്ക് കറക്റ്റ് ആവില്ല, ചെറുതാവുന്നു. പക്ഷെ അത് സമ്മതിക്കാതെ ദത്തം വാശി പിടിച്ചാണ് ഇത് എടുത്ത്. ഇത് കറക്റ്റ് ആയില്ലേ? അപ്പൊ ഭാര്യയുടെ ഡ്രസ്സിന്റെ അളവിനെ കുറിച്ചൊക്കെ ദത്തേന്ന് അറിയാം. കോകിലയുടെ ആ വാക്കിൽ വർണ്ണ മൂക്കും കുത്തി വീണു. അത്ര നേരം വീർപ്പിച്ചിരുന്ന വർണ്ണയുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു. ചേച്ചിയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടാ. വർണ്ണ പറയുന്ന കേട്ട് അനുവിന്റെയും വേണിയുടെയും കിടികൾ ഇന്ത്യ വിട്ടു. കോകിലെ, നീ ഇവിടെ സംസാരിച്ച് നിൽക്കണോ? അവിടെ ഗാനമേള തുടങ്ങുന്ന സമയം, വേഗം വാ. കൂടെയുള്ള ഒരാള് കോകിലെ വന്ന് വിളിച്ചു. വർണ്ണ നാളെ വീട്ടിലുണ്ടാവോ? ആ, എന്നാ ശരി, ഞാൻ നാളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കുറച്ച് തിരക്കുണ്ട്. ബൈ.
കോകില അവിടെ നിന്നും വേഗം പോയി. ഇതിൽ നിന്ന് നിനക്കിപ്പ എന്താ മനസ്സിലായി പറഞ്ഞ മോളെ? വേണി ചോദിച്ചു. ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ലാന്ന്. നിന്ന നിൽപ്പിൽ ഇവള് മറുകൊണ്ടം ചാടും. അനു പറഞ്ഞു. നമ്മള് വിചാരിച്ച പോലെയല്ല, ആ ചേച്ചി ഒരു പാവാടി. നമ്മള് വെറുതെ തെറ്റിദ്ധരിച്ചു. ദത്തനും കോകിലയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ലോ. എന്ന് നീ ഇത് തന്നെ പറയണം, അനു പറഞ്ഞു. എടി, ആ ചേട്ടനെ നോക്കടി, സൂപ്പർ. വേണി ഒരു ചേട്ടനെ നോക്കി പറഞ്ഞു. ആടി സൂപ്പർ, ധ്രുവികർമ്മനെ പോലെ ഉണ്ടല്ലേ, വർണ്ണ പറഞ്ഞു. വർണ്ണ മോളെ, നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, അനു കുറച്ച് പെൺകുട്ടികളെ നോക്കി പറഞ്ഞു. ദത്തനെ വായി നോക്കുന്ന പെമ്പിളേരെ കണ്ടതും വർണ്ണയുടെ മുഖം മാറി. ദത്തനെ മാത്രമല്ല, അവിടെ നിൽക്കുന്ന പകുതി കൊട്ടുന്ന ചേട്ടന്മാരും സൂപ്പറായിരുന്നു. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? സാധാരണ വായനോട്ടം തിയറി അനുസരിച്ച് കല്യാണം കഴിഞ്ഞ ഡിമാൻഡ് കുറയേണ്ടതാണല്ലോ. പക്ഷെ ഇവിടെ ഡിമാൻഡ് കർവിനും പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, വർണ്ണ പറഞ്ഞു. പക്ഷേ എക്കണോമിക് തിയറി അനുസരിച്ച് ഡിമാൻഡ് കുറയുമ്പോൾ സപ്ലൈ കൂടുന്നല്ലേ? അവർ കാര്യമായി ചർച്ചയിലാണ്. നിങ്ങളിവിടെ ഡിമാൻഡ് സപ്ലൈ പറഞ്ഞുകൊണ്ട് നിന്നോ? അവിടെ ദത്തനെ നോക്കിക്ക്, ആരെയെ തിരയുന്ന പോലെയില്ലേ, അനു പറഞ്ഞു. പറഞ്ഞ ദത്തനെ നോക്കി. അതെ, കൊട്ടുന്നതിനനുസരിച്ച് ദത്തന്റെ കണ്ണുകൾ ആരെയെ തിരയുന്നുണ്ട്. മുഖമാകെ വേർത്തൊഴുകുന്നുണ്ട്. അതവൻ ഇടയ്ക്ക് കൈത്തണ്ട കൊണ്ട് തുടച്ചു കളയുന്നു. തിരിച്ചറിഞ്ഞ ആരെയോ കണ്ടെത്തിയ പോലെ വർണ്ണയെ കണ്ടതും ദത്തന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. വർണ്ണയെ അവനെ നോക്കി പുഞ്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് മേള അവസാനിച്ചു. ത്രിമൂർത്തികൾ ഉത്സവ പറമ്പിലെ വെറുതെ കറങ്ങി നടക്കാൻ തുടങ്ങി. വായനോട്ടമാണ് പ്രധാന ഉദ്ദേശം. കൊട്ട് കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റാനായി ദത്തൻ വീട്ടിലേക്ക് പോയിരുന്നു. എടി, ആ ബ്ലാക്ക് ഷർട്ട് കൊള്ളാലേ, വേണി പറഞ്ഞു. ഏയ്, അവള് പോവാണ് നല്ലത്, വർണ്ണ പറഞ്ഞു. നിങ്ങൾക്കൊന്നും കാണാനില്ലേ പിള്ളേരെ? ഒരാളുടെ കല്യാണം കഴിഞ്ഞു, ഒന്നിന്റെ കല്യാണം ഉറപ്പിച്ചും കഴിഞ്ഞു, എന്നിട്ട് വായ നോക്കി നടക്ക രണ്ടെണ്ണം. അതിനെന്താടി, വായനോട്ട് ഒരു കലയാണ്. ലവ് ഈസ് വെരി സാഡ് ബേബി, മൗത്ത് ലിക്കിംഗ് ഈസ് വെരി ഈസി. എന്തോന്ന്? പ്രണയം ദുഃഖമാണുണ്ണി, വായനോട്ടമല്ല സുഖപ്രദം, വേണി പറഞ്ഞു. ഇതെങ്ങാനും നിന്റെ പട്ടാളം കരമുറ ചേർക്കാൻ അറിഞ്ഞ നിന്നെ വെടിവെച്ച് കൊല്ലും. എന്റെ പട്ടാളം പുരുഷൻ അത് അറിയില്ല എന്ന ധൈര്യത്തിലാണ് ഞാൻ ഈ പറയണേ, വേണി പറഞ്ഞു. അവർ കളിപ്പാട്ടങ്ങളും മറ്റു സാധനങ്ങളും വിൽക്കാൻ വെച്ചിരിക്കുന്നവയ്ക്ക് നോക്കി നടന്നു. അവസാനം നടന്നെത്തിയത് ഒരു കുപ്പിവള കടയ്ക്ക് മുന്നിലാണ്. വിവിധ നിറത്തിലുള്ള കുപ്പിവളകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഹായ്, ദേ കുപ്പിവള. അനു വേണിയുടെയും വർണ്ണയുടെയും കൈ പിടിച്ച് അവിടേക്ക് ഓടി. എനിക്ക് കരിവള മതി, അനു അവളുടെ അളവിനനുസരിച്ച് എടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്കും. വേണി ഒരു ഡസൻ എടുത്തു. നിന്റെ അളവിന് എടുക്കു പറഞ്ഞ മോളെ. ഏയ്, എനിക്ക് വേണ്ട, മര്യാദയ്ക്ക് എടുക്കടി. വേണി അലറിയതും വർണ്ണ വേഗം എടുത്തു. വേണി വളകളുടെ പൈസ കൊടുത്തു. നല്ല രസമുണ്ടല്ലേ? അവർ മൂന്നുപേരും വള കയ്യിലേക്ക് ഇട്ട് കിരുക്കി. ഗാനമേള തുടങ്ങാറായതും അവർ സ്റ്റേജിനരികിലേക്ക് നടന്നു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും കോകില നല്ലൊരു പാട്ടുകാരിയാണ്. അവളുടെ പാട്ട് തന്നെയാണ് വാനമ്പാടി ട്രൂപ്പിനെ ഇത്ര ഫേമസ് ആക്കിയതും. അവർ സ്റ്റേജിന്റെ ബാക്ക് സീറ്റിൽ വന്നിരുന്നു. അധികം വൈകാതെ ഗാനമേള ആരംഭിച്ചു. കോകില സ്റ്റേജിൽ നിന്നും വന്നു നിന്നതും കയ്യടികൾ ഉയർന്നു. ആ പാട്ടില്ലേ, ആ പാട്ടാ, എനിക്ക് പാടാനൊന്നും അറിയില്ല. അയ്യേ, ഈ ജാമ്പുവിന്റെ കാലത്തെ പാട്ടാണോ നിങ്ങൾക്ക് പാടാൻ കിട്ടിയത്? നമുക്ക് കൂവിയാലോ, വേണി ചോദിച്ചു. കൂവിയ നീ നാണം കെടും, ബാക്കി എല്ലാവരും നല്ലതായി പാട്ട് ആസ്വദിക്കുന്നുണ്ട്. പാട്ട് പഴയതാണെങ്കിലും കോകില പാടുന്നത് സൂപ്പറാണ്, വർണ്ണ പറഞ്ഞു. നീ പാട്ടും കേട്ടിരുന്നോ? അവൾ ആരെ നോക്കിയ പാടുന്നേന്ന് ശ്രദ്ധിച്ച? അനു പറഞ്ഞു. വർണ്ണ കോകില നോക്കുന്നിടത്തേക്ക് നോക്കി. ദത്തൻ. സ്റ്റേജിന്റെ സൈഡിലായി ദത്തനും ഗ്യാങ്ങും നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ പാട്ട് ആസ്വദിച്ചാണ് നിൽക്കുന്നത്. ഇനി എന്താ ചെയ്യാ? വർണ്ണ പറഞ്ഞു. എന്തു ചെയ്യാൻ, പാട്ട് പഴയതാണെങ്കിലും കോകില പാടുന്നത് സൂപ്പറല്ലേ, വർണ്ണ വേണി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ശോഭത്തി കുത്താതടി. ഞാൻ കുത്തും.
ഈ പെണ്ണുമ്പിള്ളയുടെ എൻ്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും. നീ ഇങ്ങനെ ചൂടാവാതെ നീ ആ പാട്ടിന്റെ വരി കൂടി ഒന്ന് ശ്രദ്ധിക്ക്. ശിശിരകാല മേഘമിഥുന രതിപരാഗമോ അതോ ദേവരാഗമോ? ഈ ദേവരാഗം പാടുന്നത് ദേവതത്തിന് വേണ്ടിയാണെങ്കിലോ? എനിക്കിതൊന്നും സഹിക്കണില്ല പറഞ്ഞ മോളെ. ഞാൻ പോയി അവൾക്കിട്ടൊന്ന് കൊടുക്കട്ടെ അവന് ചോദിച്ചു. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഒരു മോളെ. ഈ പറഞ്ഞ അങ്ങനെയൊന്നും തോറ്റു കൊടുക്കില്ല. അവള് നാളെ വീട്ടിലേക്ക് വരട്ടെ, ഞാൻ കൊടുക്കുന്നുണ്ട് വേണ്ടത്. എന്തായാലും ഞങ്ങളും കൂടി ഉണ്ട് അവിടെ. അനുവും വേണിയും പറഞ്ഞേനെ കൈ പിടിച്ചോന്ന് പറഞ്ഞു. അവളിങ്ങനെ ദേവരാഗം പാടുന്നത് എത്തനെ കറക്കിയെടുക്കണ്ട, ഞാൻ പോവാതെ അത്തനെയും കൂട്ടിയിട്ട്. അത് നന്നായി പറഞ്ഞ മോളെ, അവളങ്ങനെ സൂഹിക്കണ്ട. നിങ്ങൾ വരുന്നില്ലേ? ഇല്ല, നീ ദത്തന്റെ ഒപ്പം പൊക്കോ. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സർഗത്തിലെ കട്ടതും പാവണില്ലേ നമ്മള്. അത് കെട്ടതും ഇല്ലാത്തതാണ് അഭിനയിച്ച് പറഞ്ഞ കാല് കൊണ്ട് കളം വരച്ചു. എടാ മോനെ ദേവർജിത്തെ, ഇവളാർക്ക് വേണ്ടി പാട്ടുപാടുന്നേന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദത്തൻ ജിത്തുവിന്റെ തോളിൽ തട്ടി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മറുപടിയായി ജിത്തുവിന്റെ മുഖത്ത് നാണത്താൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു. ഓരോന്ന് പറഞ്ഞ ജിത്തുവിനെ കളിയാക്കുമ്പോഴാണ് വർണ്ണ അവിടേക്ക് വന്നത്. എന്തേ മുഖമല്ലാണ്ടിരിക്കണേ? അവളെ കണ്ടെന്ന് ദത്തൻ ചോദിച്ചു. ഉറക്കം വരിക, വീട്ടിൽ പോണം. സമയം 8 മണിയായില്ലേ ഉള്ളോ? അപ്പോഴേക്കും ഉറക്കം വന്നോ? ശരി, പോവാം. ഈ ഒരു പാട്ട് കഴിയട്ടെ ദത്ത, എന്നിട്ട് പോവാം അല്ലേ പെങ്ങളെ? ജിത്തു ചോദിച്ചും വർണ്ണയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അവൾ വേറെ വഴിയില്ലാത്തോണ്ട് സ്റ്റേജിലേക്ക് നോക്കിയിരുന്നു. ദത്തനും അവന്റെ ഗാങ്ങും വേറെ കുറച്ച് ആണുങ്ങളുമാണ് അവിടെ മൊത്തം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വർണ്ണ ഒരു സൈഡിലേക്ക് നീങ്ങി നിന്ന് പാട്ട് കേട്ടു. ദത്തൻ കുറച്ചു മാറി ഒറ്റയ്ക്ക് നിൽക്കുന്ന വർണ്ണയെ കണ്ടതും അവളുടെ അരികിലേക്ക് വിളിച്ചു. വർണ്ണ സംശയത്തോടെ അവന്റെ അരികിലേക്ക് വന്നു. നീ എന്തിനാ അവിടെ ഒറ്റയ്ക്ക് മാറി നിൽക്കണേ? ഒന്നുമില്ല. അത് കേട്ടവൻ ദത്തൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഈ പാട്ട് കഴിഞ്ഞിട്ട് പോവാട്ടോ, അവൻ അവളുടെ തലയിൽ താടി കുത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. അത്ര ഹൈറ്റുള്ളൂ വർണ്ണയ്ക്ക്. ദത്തൻ വർണ്ണയുടെ തോളിൽ വെച്ച കൈ കൊണ്ട് താളം പിടിക്കുകയും ചെയ്യുന്നുണ്ട്. വർണ്ണയുടെ മനസ്സാണെങ്കിൽ സന്തോഷത്താൽ തുള്ളിച്ചാടുകയായിരുന്നു. ഒരു നിമിഷം ഈ പാട്ട് കഴിയില്ല എന്ന് പോലും അവൾ പ്രാർത്ഥിച്ചു. കോകില പാടി നിർത്തിയതും ചുറ്റും കൈയടികൾ ഉയർന്നു. പോവാം. ദത്തൻ വർണ്ണയുടെ കൈയും പിടിച്ച് നടന്നു. വർണ്ണ അനുവിനെയും വേണിയും നോക്കി പോവുക എന്ന് തലയാട്ടി. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു അവനൊരു കോള് വന്നു. ദത്തൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഒരു കൈ കൊണ്ട് വർണ്ണയുടെ കൈ മുറുകെ പിടിച്ചിട്ടുമുണ്ട്. ഫോണിൽ ചിരിച്ച് സംസാരിക്കുന്ന ദത്തനെ നോക്കി വർണ്ണ പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു. പക്ഷെ തനിക്ക് നേരെ നടന്നു വരുന്ന ആളെ കണ്ടത് അവളുടെ പുഞ്ചിരി മങ്ങി. അഭിയേട്ടൻ. വർണ്ണ പേടിയോടെ ദത്തന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു പാട്ടായിട്ട് നാളെ കാണാം. ഈ സ്റ്റോറിയുടെ പ്രമോ പാട്ടിൽ ഈ ഒരു പാട്ട് കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു തീം മനസ്സിലായിട്ട് വന്നത്. ആ പാട്ടാണ് കോകിലെന്ന് പാടിയതും. ശിശിരകാലം മേരക്ക മിഥുന രതിപരാഗമോ അതോ ദേവരാഗമോ? അജു ജോസഫിന്റെ കവർ വേർഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കഥ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നത്. അതുകൊണ്ട് എന്നും ഈ സ്റ്റോറി എഴുതുന്നതിന് മുമ്പ് ഈ പാട്ട് ഹെഡ്സെറ്റ് വെച്ച് കേട്ടിട്ടാണ് ഞാനിത് എഴുതാറുള്ളത്. അന്നത്തെ പാട്ടിൽ ഉൾപ്പെടുത്തേണ്ട സീന് ഡയലോഗൊക്കെ മനസ്സിൽ റിവൈൻഡ് ചെയ്യും. ചുരുക്കത്തിൽ നമ്മുടെ സ്റ്റോറിയുടെ ഒരു ദേശീയ ഗാനമാണ് ഈ പാട്ട്. ഓക്കെ ഗായ്സ്, നാളെ കാണാം. ബൈ, താങ്ക് യു.